നാദാപുരം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ആതിര കുഞ്ഞുണ്ണി വയനാട് ആയുഷ് WNC ആയുഷ് PSCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ രണ്ടാൾക്കാരും വയനാട് ജില്ലയിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള പരിചയസമ്പത്ത് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പകർച്ചവ്യാധികളെ പറ്റി നമ്മളുടെ ട്രൈബൽ മേഖലയിലുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും പറ്റി വളരെ കുറച്ച് മാത്രമേ പഠനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലുമുള്ളൂ. ഇത് വളരെ നിരാശാജനകമാണ്. എന്നാൽ നമ്മൾ പല മഹാമാരികൾ നേരിടുമ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള അവരുടെ സങ്കല്പങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ പോവുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണ് കണ്ടത്. നമ്മളെ ഇപ്പോൾ കോവിഡ് പോലെ മഹാമാരികൾ വന്നിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു പഠനം തന്നെ ഒരു ഡോക്ടർ കൃഷ്ണൻ C ആൻഡ് ഒരു ഷബീർ എന്ന വ്യക്തിയുടെ പഠനം മാത്രമുള്ള ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കേരള ട്രൈബൽസിൻ്റെ ഇടയിലുള്ള ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ളൂ. അതും വളരെ കുറച്ച് മാത്രമേ സാംക്രമിക രോഗങ്ങളും കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയിട്ട് ആ പഠനം നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ ഡോക്ടർ നവ്യ, നമ്മളുടെ ഈ പുതുതായി നമ്മളുടെ വരുന്ന പകർച്ചവ്യാധികളെ പറ്റി എന്തൊക്കെയാണ് പകർച്ചവ്യാധികൾ നമ്മളുടെ ട്രൈബൽസിൻ്റെ ഇടയിലുള്ളത്? നവ്യ. നമസ്കാരം. പകർച്ചവ്യാധികൾ പൊതുവിൽ നമുക്കറിയാം, ഗോത്രവിഭാഗങ്ങൾ കാണുന്ന പകർച്ചവ്യാധികൾ, മുഖ്യധാരയിൽ കാണുന്ന പകർച്ചവ്യാധികൾ ഒരുവിധമെല്ലാം തന്നെ നമ്മൾ ഗോത്രവിഭാഗങ്ങളിലും കാണാറുണ്ട്. എന്നാലും പ്രത്യേകമായി ചില സാമൂഹിക ഘടകങ്ങൾ കൊണ്ട് തന്നെ ഗോത്രവിഭാഗങ്ങളിൽ അധികമായി കാണുന്ന ചില പകർച്ചവ്യാധികളുണ്ട്. അത് മുൻകാലങ്ങളിലുള്ളതും ഇക്കാലങ്ങളിലുള്ളതുമായിട്ടുള്ള രോഗങ്ങളുണ്ട്. അതിലൊന്ന് പൊതുവിൽ കാണുന്ന ഒന്ന് വയറിളക്ക രോഗങ്ങളാണ്. വളരെ സർവ്വസാധാരണമായി എല്ലാ ഗോത്രവിഭാഗങ്ങളിലും കാണാറുള്ള ഒന്നാണ് വയറിളക്ക രോഗങ്ങൾ. നമുക്കൊരു ആശുപത്രികളിലാണെങ്കിലും നമ്മുടെ സർവൈലൻസ് സംവിധാനത്തിലാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഈ ഒരു രോഗം കാര്യമായി തന്നെ കാണാറുണ്ട്. സാമൂഹിക ഘടകങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മറ്റൊന്ന്, ഇന്ത്യയിൽ ഏകദേശം 8% ആണ് ഗോത്രവിഭാഗങ്ങളായി പറയപ്പെടുന്നത്. എല്ലാ ഭാഗങ്ങളിലും തന്നെ ക്ഷയരോഗം അതുപോലെ കുഷ്ഠരോഗം, ഇത് രണ്ടും കൂടുതലായി മുഖ്യധാരയിൽ കാണുന്നതിനേക്കാൾ അധികം തന്നെ ഗോത്രവിഭാഗങ്ങളിൽ കാണുന്നുണ്ട്. കുഷ്ഠരോഗം കേരളത്തിൽ നമുക്ക് അത്ര തന്നെ പ്രത്യേകമായിട്ട് ട്രൈബൽ വിഭാഗത്തിൽ കൂടുതലായി കണക്കുകൾ കാണുന്നില്ല. എങ്കിലും ക്ഷയരോഗം, വയനാട് ജില്ല നമുക്കറിയാം, ഏകദേശം കേരളത്തിലെ 30% ഗോത്രവിഭാഗങ്ങൾ വസിക്കുന്നത് വയനാട് ജില്ലയിലാണ്. അവിടെ വയനാട് ജില്ലയുടെ ആകെ ജനസംഖ്യയുടെ ഒരു 17% താഴെയാണ് വരുന്നതെങ്കിൽ പോലും ക്ഷയരോഗികളിൽ 50% ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഒരു പ്രധാന പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ പല സാമൂഹിക ഘടകങ്ങളും ഈ രോഗങ്ങൾ കൂടുതലായി ട്രൈബൽ വിഭാഗത്തിൽ വരാനുള്ള കാരണങ്ങളായിട്ട് തുടരുന്നുണ്ട്. ഇതാണ് പകർച്ചവ്യാധികൾ പ്രധാനമായിട്ടുള്ളത്. ഇതിന് പുറമെ നമുക്ക് വെക്ടർ ബോൺ ഡിസീസസ്, അതായത് ഒരു രോഗവാഹകർ, ഏതെങ്കിലും ചെള്ളുകളോ അല്ലെങ്കിൽ എലി പോലെയുള്ള രോഗവാഹകർ ഉണ്ടാക്കുന്ന രോഗങ്ങളും ഗോത്രവിഭാഗങ്ങളിൽ കാണാറുണ്ട്. അതിലൊന്ന് എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ്. അതുപോലെ മറ്റൊന്ന് കുരങ്ങുപനി, KFD എന്ന് പറയാറുള്ള കുരങ്ങുപനി കാണാറുണ്ട്. പിന്നെ നിലമ്പൂർ അതുപോലെ അഗസ്ത്യമലയിലൊക്കെ ഉള്ള ഗോത്രവിഭാഗങ്ങളിൽ ലീഷ്മാനിയാസിസ്, കരിമ്പനി, ഇതും ഈ 3 വെക്ടർ ബോൺ ഡിസീസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ നവ്യ. ഇതിൽ ഡോക്ടർ നവ്യ പറഞ്ഞ പോലെ വയറിളക്ക രോഗങ്ങൾ വളരെ കൂടുതലായി കാണുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ നവ്യ? വയറിളക്കത്തിൻ്റെ കാരണങ്ങൾ? തീർച്ചയായിട്ടും. ഒന്ന്, നമുക്കറിയാം, ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ ഒരുപാട് വീട് 10 മുതൽ 40 വീടുകൾ വരെയുള്ള സെറ്റിൽമെൻറ്റുകളിൽ നമുക്ക് പോയാൽ തന്നെ അറിയാം. 2 കാര്യങ്ങളാണ്. ഒന്ന്, കുടിവെള്ള സ്രോതസ്സ്. ഇപ്പം വയനാട് അത്ര തന്നെ ജലദൗർലഭ്യം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഒരു പ്രശ്നം തന്നെയാണ്, കുടിവെള്ള സ്രോതസ്സ് പ്രശ്നം തന്നെയാണ്.
അപ്പോൾ ഇത് പല രീതിയിൽ സർക്കാർ പ്രൊജക്റ്റുകൾ വഴിയുള്ള പൊതുകിണറുകൾ ഉണ്ടായിരിക്കാം, പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നതുണ്ട്, അതുപോലെ അപ്പോൾ ഈ ഒരു കുടിവെള്ള സ്രോതസ്സ് പലപ്പോഴും ശുദ്ധമായിട്ടുള്ള ജലലഭ്യത ഒരു പ്രശ്നമായി ആണ്. അതിന് പുറമെ സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള ശാസ്ത്രീയമായ സെപ്റ്റിക് ടാങ്കുകൾ നമുക്കറിയാമില്ല, പിറ്റുകൾ പോലെയുള്ള സംവിധാനം, ഒരുപാട് വീടുകൾക്ക് ഒരുമിച്ച് ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ഒരു കുടിവെള്ള സ്രോതസ്സ് പോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ട്രൈബൽ കോളനികൾ പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു ആൾക്ക് വയറിളക്ക രോഗം വന്നു പെട്ടാൽ അത് ആ കോളനിയിൽ പകരാനുള്ള സാധ്യത, വളരെ അടുത്തിടപഴകിയുള്ള ജീവിതശൈലിയാണ് ഒരു കോളനിയിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വയറിളക്ക രോഗങ്ങൾ ഈ രണ്ട് രീതിയിലും പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നിലമ്പൂരൊക്കെ കോളറയുടെ കേസുകളൊക്കെ ചെറിയ ഔട്ട് ബ്രേക്കുകളായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്കുകൾ, മഞ്ഞപ്പിത്തം ഒക്കെ ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ കാണാറുള്ളതാണ്. അപ്പോൾ അതിലൊരു കുടിവെള്ള സ്രോതസ്സിൻ്റെ ശരിയായ ലഭ്യത അത് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഒരു നമുക്ക് സെപ്റ്റിക് ടാങ്ക് പോലെയുള്ള ആ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനം, ഈ രണ്ടും ഇത് തടയാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു പ്രധാന ഘടകങ്ങളാണ്. അത് നമ്മളുടെ ഇവിടെ കോളറ അടുത്തിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കോളറ. അപ്പോൾ അത് വളരെ നമ്മൾക്ക് ആശങ്കാജനകമാണ്. എന്നാൽ കോളറ നമ്മളെ പൊതുസമൂഹത്തിൽ കോളറ ഇനി വരാൻ പാടില്ല. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഗവൺമെൻറ് തലത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് നവ്യ? കോളറയെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള പരമാവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കൊടുക്കുന്ന കുടിവെള്ളം അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഗോത്രവിഭാഗത്തിലെ ആളുകൾ, നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതിന് വളരെ റിസപ്റ്റീവായിട്ടുള്ള, അത് ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്ന, അവർക്ക് വിശ്വാസമുള്ള ആളുകൾ, സ്ഥിരമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ അല്ല, അവർക്ക് വിശ്വാസം അർപ്പിക്കുന്ന തരം ആളുകൾ തന്നെയാണ്. അപ്പോൾ അത് വെള്ളം തിളപ്പിച്ച് കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിയായ ജലസ്രോതസ് ലഭ്യമാക്കുക എന്നുള്ള പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം പൊതുവിൽ ഗോത്രവിഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് പോഷകാഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ. അവർക്ക് ജനറലി കുട്ടികളിലാണെങ്കിലും അഡിക്വറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ല എന്നുള്ളത് സാറിന് കൃത്യമായിട്ട് അറിയാം, സാറ് പീഡിയാട്രിഷ്യൻ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ വയറിളക്ക രോഗങ്ങൾ വരുന്നത് ഇതൊരു വിഷ്യസ് സൈക്കിൾ പോലെ, അത് വീണ്ടും പോഷകാഹാരക്കുറവ് വരികയും അങ്ങനെയുള്ളവരിൽ പ്രതിരോധം കുറയുകയും പെട്ടെന്ന് വയറിളക്ക രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനുകൾ വരികയും ചെയ്യുന്ന ഒരു സൈക്കിൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ആ വെള്ളം പരിഹരിക്കുക, കുടിവെള്ളത്തിൻ്റെ ഉപയോഗിക്കുന്ന രീതിയും അതിൻ്റെ സ്രോതസ്സും പരിഹരിക്കുക എന്നുള്ള പദ്ധതികളുണ്ട്. എങ്കിലും കുറച്ചുകൂടി അതിലൊരു അവയർനെസ്, അവബോധം, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ഹെൽത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഹെൽത്ത് നമ്മളുടെ പല കാരണം കൊണ്ടും ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. അതിൽ ശുചിത്വം, വെള്ളം എല്ലാതും വളരെ നിർണായക ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കോവിഡ് മഹാമാരി ഇപ്പോൾ അടുത്ത് വന്ന് പോയിട്ടേ ഉള്ളൂ. അതെങ്ങനെയാണ് നമ്മളുടെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അവർ സ്വീകരിച്ചത്? അതിൻ്റെ വാക്സിനേഷൻസും അവരുടെ എങ്ങനെയാണ് അത് നേരിടേണ്ടി വന്നത്? നമുക്കറിയാം കോവിഡ് മഹാമാരി ലോകം മുഴുവൻ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. നമുക്ക് തീരെ പരിചിതമല്ലാത്തൊരു വൈറസാണ്. സാമൂഹികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും പരമായിട്ടാണെങ്കിലും അതിനെ ലോകം മുഴുവൻ ആദ്യമായിട്ടാണ് അതിനെ എങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കിയത്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് ഒരു വലിയൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഭയമുണ്ടായിരുന്നു, അത് ഗോത്ര വിഭാഗത്തെ എങ്ങനെ കോവിഡ് ബാധിക്കുമെന്നത്. കാരണം കോവിഡ് മൂലമുള്ള മരണങ്ങൾ ചില വിഭാഗങ്ങളിൽ കൂടുതലായിട്ട് ലോകത്ത് പല ഭാഗത്തു നിന്നുള്ള വാർത്തകൾ വന്നു, പ്രത്യേകിച്ച് ചില അസുഖങ്ങളുള്ളവർ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ജനിതകമായി എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ മറ്റോ ഗോത്രവിഭാഗങ്ങളിൽ കൂടുതൽ മരണനിരക്ക് ഉണ്ടാകുമോ എന്ന് തീർച്ചയായിട്ടും വലിയ ഭയത്തോടെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ ആദ്യത്തെ വേവ് കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം വയനാട് മേഖലയിലെങ്കിലും അവിടെയുള്ള ഗോത്രവിഭാഗത്തിലെ ആളുകൾ ഒരു ഉൾവലിയുകയാണ് ചെയ്തത്. അപ്പോൾ അവർ മുഖ്യധാരയിൽ നിന്നുള്ള എല്ലാ കോണ്ടാക്റ്റും ഒരുവിധം കട്ട് ചെയ്യുകയും, സത്യം പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗൺ പോലും ആവശ്യമില്ലാതെ ഒരു പ്രകൃതി ദുരന്തം സെൻസ് ചെയ്തതുപോലെ അവർ ഉൾക്കാടുകളിലേക്കൊക്കെ വലിഞ്ഞ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വേവിൽ സത്യം പറഞ്ഞാൽ വലിയൊരു രീതിയിൽ, അത് പൊതുവേ കേരളത്തിൽ ലോക്ക്ഡൗണൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, ആ സമയത്ത് വലിയൊരു രീതിയിലുള്ള മരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത വേവുകൾ നമുക്കറിയാം, കോവിഡ് ഇപ്പോൾ നമുക്കറിയാം അത് തടുക്കാൻ സാധിക്കുന്ന ഒരു രോഗമായിരുന്നില്ല. അപ്പോൾ അടുത്തടുത്ത വേവിൽ, രണ്ടാം വേവിലും മൂന്നാം വേവിലൊക്കെ മറ്റ് മുഖ്യധാരയിലെ ആളുകളെ ബാധിച്ചിരുന്നത് പോലെ തന്നെ ഗോത്രവിഭാഗങ്ങളിലും കോവിഡ് ബാധിച്ചിരുന്നു. പക്ഷെ അതിൽ സാധാരണ അല്ലെങ്കിൽ നമുക്ക് മുഖ്യധാരയിലുള്ള ആളുകളിൽ ഉണ്ടായിരുന്ന മരണത്തിനേക്കാൾ അധികം ഒന്നും നിരക്ക് നമ്മൾ ഭയന്ന പോലെ ഒരു പ്രത്യേകതയൊന്നും
ട്രൈബൽ വിഭാഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നത്തെ ഒരു നിരീക്ഷണം. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ചില പഠനങ്ങൾ കോവിഡിൻ്റെ സമയത്ത് അതെങ്ങനെ ഗോത്ര വിഭാഗത്തെ ബാധിച്ചു എന്നൊരു പഠനം സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിലും നമുക്ക് ആ സമയത്ത് അനുഭവങ്ങളിൽ നിന്ന് തന്നെ പലർക്കും അറിയാവുന്നൊരു കാര്യം, ആരോഗ്യപരമായി ബാധിക്കുന്നതിനേക്കാൾ സാമ്പത്തികമായും സാമൂഹികമായും തീർച്ചയായിട്ടും ഗോത്രവിഭാഗത്തെ ഈ ഒരു രോഗം, ഈ ഒരു മഹാമാരി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ പല സാമ്പത്തികമായിട്ടുള്ള നമുക്കറിയാം, അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കാര്യമായി കുറയുകയും ലോക്ക്ഡൗൺ വന്നു, അവർക്ക് മുഖ്യധാരയുള്ള സമ്പർക്കം കുറഞ്ഞു. അപ്പോൾ അത് കാര്യമായി അവരെ ബാധിച്ചു. അതിൽ പല സപ്പോർട്ട് സിസ്റ്റം പ്രൊവിഷനുകളും എല്ലാം ലഭിച്ച്, എന്ന് മാത്രമല്ല സാമൂഹികമായി പോലും പൊതുജനങ്ങൾ അവർ സഹകരിച്ച് ഒരു പ്രശ്നമില്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളേറെ കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ വന്നിട്ടുള്ള ഒരു പഠനത്തിൽ വന്നിട്ടുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് നമുക്കറിയാം. സാങ്കേതിക ഇതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ അതിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം തീർച്ചയായിട്ടും ഗോത്ര മേഖലയിലുള്ള കുട്ടികൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ആരോഗ്യത്തെക്കാളധികം മറ്റ് സാമൂഹികമായിട്ടുള്ള, അപ്പോൾ ഡ്രോപ്പ് ഔട്ട് ഇപ്പോഴും ആ സമയത്ത് ക്ലാസ്സുകൾ കിട്ടാതിരുന്ന ഒരു പക്ഷേ ഊരുകളിലൊന്നും നെറ്റില്ലാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ എഡ്യൂക്കേഷണൽ അത് കാര്യമായി ബാധിക്കുകയും അതിൻ്റെ ഡ്രോപ്പ് ഔട്ട്സിൻ്റെ ഒരു അന്നത്തെ ബേസിസ് ഇല്ലാതെ പോയതിൻ്റെ ഒരു ഡ്രോപ്പ് ഔട്ട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് പല അവിടുത്തെ അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. ഇനി വാക്സിനേഷൻ്റെ സാർ ചോദിച്ചു. ഒരു വാക്സിനേഷനും കോവിഡ് എന്നല്ല, ഒരു വാക്സിനേഷനും പൊതുവിൽ ഗോത്രമേഖലയിൽ ഒരു എതിർപ്പില്ല, അതിലൊരു റെസിസ്റ്റൻസ് ഇല്ല. പൊതുവെ സൂചിയോടുള്ള ഭയം എന്നല്ലാതെ വാക്സിനോട് ഒരു റെസിസ്റ്റൻസ് പൊതുവില്ല. അപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും വാക്സിനുകൾ അവരെടുക്കും. അപ്പം എടുക്കാൻ അവർക്ക് ഒരു സമയം, ഒരു ടൈം സെൻസ് പൊതുവേ ഗോത്രവിഭാഗത്തിൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കും കുറച്ച് നമുക്ക് കുറവായി തോന്നും. കാരണം കുട്ടിക്ക് ഇത്ര വയസ്സായി, അവർക്ക് വാർഷികാഘോഷങ്ങളൊന്നും പൊതുവെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്രയായി, അല്ലെ ഗർഭിണിയാണെങ്കിൽ ഇത്ര മാസമായി എന്നുള്ളൊരു ധാരണ അത്ര കാണാറില്ല. അപ്പോൾ കുട്ടികൾ ഇത്ര സമയത്ത് വാക്സിൻ എടുക്കണം എന്നൊരു ധാരണയോടെ സ്വയം നമ്മുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിൽ പോലും ആരോഗ്യ പ്രവർത്തകർ സമയാസമയങ്ങൾ അവർ ഓർമ്മിപ്പിച്ചാൽ അവർ വരും, കൃത്യമായി തന്നെ വരും. അവിടെ വാക്സിനേഷനിൽ റെസിസ്റ്റൻസ് ഇല്ല, പൊതുവിൽ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച്. കോവിഡിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. കോവിഡ് വാക്സിനേഷനും അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് വിശ്വസ്തരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ, കാലങ്ങളായി അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അവരെ കൊണ്ടുവരുമ്പോൾ അവർ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ കോവിഡ് വാക്സിനേഷൻ 100% കോവിഡ് വാക്സിനേഷൻ ഗോത്രവിഭാഗത്തിൽ എടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു എതിർപ്പുണ്ടായിട്ടില്ല. എല്ലാ സഹകരണവും അവർ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിനോടും നൽകിയിട്ടുണ്ട്. താങ്ക് യു. അത് തന്നെയാണ്. ഇപ്പോൾ കോവിഡ് വന്നേ പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഈ ട്രൈബൽ മേഖലയായാലും നോൺ ട്രൈബൽ മേഖലയായാലും വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് കൂടുതൽ ട്രൈബൽ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് എന്നാണ് എനിക്കും പറഞ്ഞത്. ഡോക്ടർ നവ്യ അത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഇതുവരെക്കും അതിൻ്റെ ആഘാതം മാറിയിട്ടില്ല എന്നാണ് തന്നെ പറഞ്ഞത്. കുട്ടികളുടെ പഠനമായാലും സാമ്പത്തിക ഇതായാലും. ഡോക്ടർ ആതിര, എങ്ങനെയാണ് ഈ ആയുഷ് മേഖല ഈ പകർച്ചവ്യാധികൾ എങ്ങനെയാണ് നമ്മളുടെ വയനാട് ജില്ലയിൽ ആയുഷ് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് പകർച്ചവ്യാധികളിൽ? വയനാട് ജില്ലയിൽ ആയുഷ് വളരെ കൃത്യമായി തന്നെ ഗോത്രമേഖലയിലും വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു മൊബൈൽ ക്ലിനിക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓരോ പഞ്ചായത്തിലും ഉള്ള ഡിസ്പെൻസറികളും ഈ പറഞ്ഞ മൊബൈൽ ക്ലിനിക്കുകളും ഒത്തുചേർന്നിട്ട് തന്നെ പലപ്പോഴും ഊരുകളിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് നമുക്കിപ്പോൾ കേസസൊക്കെ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അത് ബാധിച്ച ആൾക്കാർക്ക് അതിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് റീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ദ്രുതകർമ്മ സാംക്രമിക രോഗ പ്രതിരോധ സെൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്യുക, അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആയുഷിൻ്റെ ഭാഗത്തുനിന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. ആയുഷിന് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതാണ് ചെയ്തു വരുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഏർലി ഡിറ്റക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് ഇതിനകത്ത് തോന്നാം. ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള കോളറ ഈ പ്രാവശ്യം ഡിറ്റക്റ്റ് ചെയ്ത നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള ഒരു ഉന്നതിയിലാണ് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ഉടനെ തന്നെ പഞ്ചായത്ത് ഇൻ്റർസെക്ടറൽ മീറ്റിങ്ങുകൾ വിളിക്കുകയും എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കേസുകൾ കറക്റ്റായിട്ട്, ഇപ്പം എന്തെങ്കിലും ADD ആയിട്ട് അക്യൂട്ട് വൈറൽ രോഗങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും വേണ്ട മുൻകരുതലുകൾ കൂടുതൽ പകർച്ചയിലേക്ക് പോവാതെ കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മരുന്നുകൾ അസുഖം ബാധിച്ചാലും പ്രതിരോധത്തിനായാലും നമ്മളും കൊടുത്തു വരുന്നുണ്ട്.
അതെ, ഇതിൽ നമ്മളുടെ ഗോത്രവർഗ്ഗക്കാരുടെയിലുള്ള പാരമ്പര്യ ചികിത്സാ പദ്ധതികളുണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ ഈ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖങ്ങളെ നമുക്ക് നേരിടാൻ സഹായിക്കാൻ അതിന് എന്തെങ്കിലും സഹായം അത് ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക്? ഗോത്രമേഖലയിലുള്ള പാരമ്പര്യ ചികിത്സാ രീതികൾ എല്ലാ അസുഖങ്ങളിലും അത്ര എഫക്റ്റീവായിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചും കമ്മ്യൂണിക്കബിൾ ഡിസീസുകളുടെ ഒരു സെനറിയോയിൽ അത് അത്ര ഒരു എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, അത് ഇന്ന അസുഖമാണ്. ഇപ്പോൾ ഒരു ലെപ്രസി ആണെന്നിരിക്കുക, അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് ആണെന്നിരിക്കുക. അപ്പോൾ അത് രണ്ടും ഇന്ന അസുഖമാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പലപ്പോഴും അവർക്ക് ലക്ഷണങ്ങൾ കൊണ്ട് സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ചുമയാണ് എന്നുള്ള രീതിയിൽ, ക്ഷയരോഗമാണെങ്കിൽ ചുമയാണെന്നുള്ള രീതിയിൽ കുറച്ച് ആടലോടകമോ അങ്ങനത്തെ അതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് അവർ ചുമ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൂടുതൽ ചെയ്തു വരുന്നത്. പക്ഷെ പലപ്പോഴും അത് ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ പകർച്ചവ്യാധി മേഖലയിൽ അത്രത്തോളം എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മറ്റ് ഇപ്പം മൈഗ്രെയിൻ പോലെയുള്ള, എനിക്ക് നേരനുഭവമില്ല, പക്ഷേ നമ്മൾ അവിടെ വരുന്ന ഊരുകളിൽ നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന്, പിന്നെ ഹാംലെറ്റ് ആശമാരൊക്കെ പോകുന്നുണ്ടല്ലോ, ഊരുമിത്രം, അവരുടെ അടുത്തൊക്കെ നമുക്ക് നമ്മുടെ സ്ഥിരം പരിചയിക്കുന്ന പേഷ്യൻസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. മൈഗ്രെയിൻ, ഹെമറോയിഡ്സ് അങ്ങനത്തെ കേസുകളിലൊക്കെ വളരെ നല്ല എഫക്റ്റീവായിട്ട് അവർക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ മരുന്നുകൾ അത്രത്തോളം എഫക്റ്റീവായി തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു നാച്ചുറലി ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് തോന്നുന്ന അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മരുന്നുകൾ എല്ലായ്പ്പോഴും അത്ര എഫക്റ്റീവായി തോന്നിയിട്ടില്ല. ഒരു പരിധിവരെ ഒന്ന് ലക്ഷണങ്ങളെ ഒന്ന് ലഘൂകരിക്കാനാണ് അത് സാധിച്ചിട്ടുള്ളത്. ഇതിൽ അമിതമായിട്ട് ഈ പാരമ്പര്യ ചികിത്സയിൽ കൂടുതൽ വിശ്വാസം അതുമാത്രം ചെയ്യുന്നത് നമ്മളുടെ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ അവർ അതിനൊരു മനസ്സ് കാണിക്കുന്നതുണ്ടോ? അങ്ങനെ ഒരിക്കലുമില്ല സാർ, ഒരിക്കലുമില്ല. കാരണം എല്ലാ ചികിത്സകളും നമ്മൾ മനുഷ്യ നന്മയ്ക്ക് അവര് കൂടുതൽ പാരമ്പര്യ ചികിത്സയിൽ കൂടുതൽ ഇല്ല, അങ്ങനെയില്ല. പാരമ്പര്യ ചികിത്സ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് അവരൊരിക്കലും ഒരു നിർബന്ധമായിട്ട് കണ്ടിട്ടില്ല. അസുഖം വരുന്നു, അത് മാറണം. പലപ്പോഴും എന്താ പറയുക, നമ്മളൊരു ഒരു രോഗിയെ സമീപിച്ച് വേണ്ടിയിട്ട് അവർ പലപ്പോഴും നിർബന്ധിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതിപ്പോൾ പാരമ്പര്യ മരുന്നായാലും ശരി, അല്ലാത്ത മരുന്നായാലും ശരി, കുറച്ചൊന്ന് നിർബന്ധിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മരുന്ന് എടുക്കാൻ പൊതുവേ മടിയാണ്, ഹെൽത്ത് സീക്കിംഗ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ആണ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഏത് ഗോത്രക്കാരുടെ ഇടയിലാണ് കൂടുതൽ ഇങ്ങനത്തെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ കുറവുള്ളത് കാണപ്പെടുന്നത്? അങ്ങനെ എൻ്റെ അനുഭവത്തിൽ പണിയ വിഭാഗത്തിന് കുറച്ചൊരു പിന്നോട്ടാണ് ഈ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, ഇത്തിരി കുറവാണ്. നായിക വിഭാഗവും കുറുമ വിഭാഗവും അവരൊക്കെ കുറച്ചുകൂടി അവെയറാണ് പുറം ലോകത്തെക്കുറിച്ചും, അല്ലെങ്കിൽ എന്താ പറയുക, കുറെ കൂടെ വിദ്യാഭ്യാസമുള്ളവരാണ്. പലരും സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവരാണ്. പിന്നെ പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അവർ കാണിക്കാറുണ്ട്. പക്ഷെ പണിയ വിഭാഗം കുറച്ച് പിന്നോട്ടാണ് ഈ പറഞ്ഞ മരുന്നെടുക്കുന്നതിലും, അസുഖം വന്നാൽ ചികിത്സ തേടിയെത്തുന്നതിലൊക്കെ ഒരല്പം പിന്നോട്ട് തന്നെയാണ്. അതിന് ആയുഷിൻ്റെ മൊബൈൽ ഹെൽത്ത് ക്ലിനിക്സ് പിന്നെ ഇതിനെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായും സാർ, ഞങ്ങൾ ഊരുകളിൽ നമുക്ക് പോകാൻ സാധിക്കാറുണ്ട്. അവിടെ നേരിട്ട് ചെന്ന് കോളനികൾ ചെന്ന് അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് മരുന്ന് അവിടെ തന്നെ വെച്ചിട്ട് ഡിസ്പെൻസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തു വരുന്നത് മൊബിലിറ്റി ക്ലിനിക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളുടെ പുതുതായിട്ട് നമ്മൾക്ക് പുതുതായിട്ടില്ല, കുറച്ച് കാലങ്ങളായിട്ട് വയനാടിനെ മാത്രം നമ്മൾ കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് കൈസാനൂർ ഫോറസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ കുരങ്ങ് പനി. ഈ കുരങ്ങ് പനി നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത് ഇപ്പോൾ വയനാടിനാണ്. അതുകൊണ്ട് കർണാടക ബോർഡറായ കാരണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പിന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിന് പിന്നെ നമ്മൾ ഇവിടെ നമ്മളുടെ മിനിസ്ട്രി ഓഫ് നമ്മളുടെ ഹെൽത്ത് എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? കുരങ്ങ് പനി അല്ലെങ്കിൽ KFD, കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നമുക്കൊരു മൈസൂർ ബെൽറ്റ് അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ, അതിൽ വയനാട് കൂടി ഉൾപ്പെടും, മൈസൂർ ഷിമോഗ ആ ഭാഗത്ത് കണ്ടുവരുന്ന, ആ കാടുകളിൽ കണ്ടുവരുന്ന ഒരു വൈറൽ രോഗമാണ്. അപ്പം അത് ഒരു ചെള്ളാണ് അത് പരത്തുന്നത്. ഇത് പ്രധാനമായും കുരങ്ങുകളെ ബാധിക്കുന്ന, പ്രൈമേറ്റ്സ് കുരങ്ങുകളെ ബാധിക്കുന്ന ഒരു വൈറൽ രോഗമാണ്. അത്
ആക്സിഡൻ്റലി ആകസ്മികമായി അത് മനുഷ്യരിൽ, അതായത് കാടിൻ്റെ ഫ്രിഞ്ചുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കാടിൽ ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് ആകസ്മികമായി എത്തിപ്പെടുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത് നമുക്കറിയാം, കർണാടക ബോർഡർ ഷെയർ ചെയ്യുന്ന വയനാട് തീർച്ചയായും കാണാറുണ്ട്. ഇപ്പോൾ ഏതാനും വർഷങ്ങളായി അത്ര തന്നെ കേസുകളില്ല, എങ്കിലും എല്ലാ വർഷവും തന്നെ കേസുകൾ കണ്ടെത്താറുണ്ട്. നിലമ്പൂരും ചിലപ്പോൾ കാണാറുണ്ട്. ഇത് നമുക്കറിയാം, സഹ്യൻ്റെ ആ ഭാഗങ്ങളിലും ചിലപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു വൈറൽ പനിയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് തുടങ്ങുന്ന പനി, വിറയലോട് കൂടിയിട്ടുള്ള പനി, കടുത്ത തലവേദന, ശരീരവേദന, ചിലപ്പോൾ ഛർദി ഉണ്ടായിരിക്കാം. ഇതൊക്കെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. കുറച്ചുകൂടി ഗുരുതരമാവുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ബ്ലീഡിങ് പോലെ, ഹെമറാജിക് ഫീവർ എന്ന് വരാം. ചിലർക്ക് അപസ്മാരം പോലെയോ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ് പോലെ, മസ്തിഷ്ക ജ്വരം പോലെ വരാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ അങ്ങനെയും വരാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കാടുകളിൽ ചുള്ളി പെറുക്കാൻ പോവുകയോ അല്ലെങ്കിൽ കാടുകളിൽ ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് വിഭാഗത്തിലുള്ള ആളുകളോ കാടുകളുടെ ഫ്രിഞ്ചുകളിൽ താമസിക്കുന്ന, അതിർത്തികളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരോ അല്ലാത്തവരിലോ. അപ്പോൾ ഇതിൽ കുരങ്ങിന് ഈ അസുഖമുണ്ടെങ്കിൽ കുരങ്ങ് ചത്തു വീഴുമ്പോൾ കുരങ്ങിൻ്റെ ദേഹത്ത് മുഴുവൻ ഈ ചെള്ളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചത്ത കുരങ്ങിൻ്റെ അടുത്ത് പോകുമ്പോൾ അതിലൊരു 50 മീറ്റർ ചുറ്റളവിൽ ചെള്ളുകൾ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന ചെള്ളുകൾ. അപ്പോൾ അത് അടുത്തെത്തുമ്പോൾ മിക്കവാറും കുരങ്ങന്മാർ ചത്തെടുക്കുമ്പോൾ അത് നോക്കാനോ അല്ലെങ്കിൽ അടുത്തേക്ക് പോകുമ്പോൾ ഈ ചെള്ളുകൾ ദേഹത്ത് കയറുകയും കടിക്കുകയും ചെയ്യാം. ഇതല്ലാതെ ചിലപ്പം കാലികൾ, ഈ അതിർത്തികളിൽ താമസിക്കുന്ന ആളുകളുടെ കാലികൾ കാടുകളിലേക്ക് പോകും, ചെള്ള് അതിലേക്ക് കയറുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ആണ് കുരങ്ങുപനി സാധാരണയായിട്ട് വരാറുള്ളത്. പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആൻറ്റിവൈറൽ മരുന്ന് ഈ ഒരു വൈറസിനെതിരെ, ഇതൊരു ഫ്ലാവി വൈറസിന് അതിനെതിരെ ഇല്ല. സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സയാണ് നൽകുന്നത്. ആവശ്യമാണെങ്കിൽ ICU അഡ്മിഷനും സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ചികിത്സയും ഇതിന് നൽകും. ഇത് വരാതിരിക്കാനൊരു വാക്സിൻ ഇപ്പോൾ ഈ ഒരു ബെൽറ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ദക്ഷിണ കന്നഡ, വയനാട് ഭാഗത്തിലുള്ളവർക്ക് ഈ ഫോറസ്റ്റിൽ ഹൈ റിസ്ക് ഉള്ള ആളുകളിൽ വർഷാവർഷങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ. ഇതിന് പുറമെ സർവൈലൻസ് സംവിധാനം, അതായത് ഈ ഏരിയയിൽ ഇതിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ചുള്ളി പെറുക്കാനൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു അവബോധം ഈ കാര്യത്തിൽ, എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു ചത്ത കുരങ്ങനെ കണ്ടാൽ അതിനടുത്ത് പോകരുത്, എത്രയും പെട്ടെന്ന് ഫോറസ്റ്റുകാരെ അറിയിക്കണമെന്നും ഫോറസ്റ്റുകാർ ഉടനെ വന്ന് അതിന് വേണ്ട ഈ മൈറ്റുകൾ അല്ലെങ്കിൽ ചെള്ളുകളെ കൊല്ലാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുകയും കുരങ്ങനെ മാറ്റുക, അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള അവബോധം, ഇങ്ങനെ രോഗമുണ്ടെന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഇത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നും മറ്റ് ആരോഗ്യ പ്രവർത്തകർ സർവൈലൻസ് സംവിധാനം ശക്തമാക്കിക്കൊണ്ടാണ് ഈ രോഗം നേരത്തെ കണ്ടെത്താൻ ശ്രദ്ധിക്കുന്നത്. പ്രതിരോധം നമുക്ക് വാക്സിൻ വഴിയുണ്ട്. അതിനേക്കാൾ ഉപരി എന്തൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങൾ പോകുമ്പോൾ ബൂട്ട്സ് ധരിക്കണം, അതുപോലെ ഈ ചെള്ളുകൾ എങ്ങനെ ഒഴിവാക്കണം, ചത്ത കുരങ്ങന്മാരിൽ നിന്ന് അടുത്ത് പോകാതിരിക്കണം, ഇത്തരത്തിലുള്ള അവബോധം ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ പനി, പിന്നെ തലവേദന, അതെ, ശക്തമായ പനി, പെട്ടെന്നാണ് തുടങ്ങുന്നത്, തലവേദന, പേശികളിൽ വേദന, ചിലർക്ക് ഛർദി, മാംസപേശികൾ. ഇത് പിന്നെ നമ്മളുടെ എലിപ്പനിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ അതെ, എലിപ്പനി ഏകദേശം ഇതേ ലക്ഷണങ്ങളാണ്. ഇന്ന് മാത്രമല്ല, വയനാട്ടിൽ ഗോത്രവിഭാഗത്തിൽ എലിപ്പനി കാണാറുണ്ട്, മുഖ്യധാരയിലും കാണാറുള്ളത് തന്നെയാണ്. ഒരു എൻഡമിക് ആയിട്ടുള്ള സ്ഥലമാണ് എലിപ്പനിക്ക്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് അതിൻ്റെ പരിശോധന, മറ്റൊരു കാര്യം, വയനാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള വൈറോളജി പരിശോധനകൾ നടത്താനുള്ള സംവിധാനം വളരെ നേരത്തെ തന്നെ, നമുക്ക് ഈ കോവിഡൊക്കെ വരുന്നതിന് മുൻപ് തന്നെ വൈറോളജി പരിശോധനകൾ സംവിധാനമുണ്ട്. അവിടെ ചെയ്യാത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ വിട്ട് മറ്റൊരു ജില്ലയ്ക്കും സത്യം പറഞ്ഞാൽ അത്രയും നല്ലൊരു സംവിധാനം ആദ്യം മുതലേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ KFT ആണെങ്കിലും ഇത്തരം അസുഖങ്ങളാണെങ്കിലും പെട്ടെന്ന് കണ്ടെത്താനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൈറോളജി പരിശോധന ശൃംഖല വയനാട് ബേസ് ചെയ്ത് പണ്ടേ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇതിന് വളരെയേറെ സഹായകമാണ്. എല്ലാ കേസും അതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്താറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. നമ്മളുടെ വയനാട് ജില്ലയിൽ വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അല്ലേ, അതെ അതെ, അവിടെ ഉണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. നമ്മളുടെ പഴയ നമ്മളെ രോഗങ്ങൾ, നല്ല ലെപ്രസി, കുഷ്ഠരോഗം, ലീഷ്മാനിയാസിസ്, അങ്ങനെ പോലെയുള്ള രോഗങ്ങൾ, അത് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കൂടുതൽ കണ്ടുവരുന്നു എന്നാണ് ഡോക്ടർ നവ്യ പറഞ്ഞത്. ഇപ്പം ലീഷ്മാനിയാസിസ് കാണുന്നില്ല, കുഷ്ഠരോഗങ്ങൾ, അതിലെന്തെങ്കിലും രൂപാന്തരം മാറ്റം വന്നിട്ടുണ്ടോ? TB, ട്യൂബർക്ലോസിസ്, അതിൽ രൂപാന്തരം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിപ്പോഴും വലിയൊരു നമ്മളുടെ ഈ ആരോഗ്യമേഖല വലിയൊരു വെല്ലുവിളി തന്നെയാണോ? ലീഷ്മാനിയ കേസസ് ഒന്നും ഇപ്പം വയനാട്ടിൽ നിലവിൽ ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ക്ഷയരോഗവും കുഷ്ഠരോഗവും നമുക്കവിടെ ഉണ്ട്.
കൂടുതലും ക്ഷയരോഗ കേസുകളാണ്. എന്തായാലും ഒരു ഒരു നമ്മൾ ഒരു പരിധിവരെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിചാരിച്ചിരുന്നതാണ് ലെപ്രസി. പക്ഷെ അത് ഇപ്പോൾ പലയിടത്തും തലപൊക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അതാണ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഊരുകളിൽ ചെന്ന് ഒരു കൃത്യമായിട്ടുള്ളൊരു ഡിറ്റക്ഷൻ പ്ലാനോട് കൂടി ആളുകൾ ചെന്ന് ആശമാരൊക്കെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഒരു പരിശോധനയൊക്കെ. ടി ബിയുടെ കേസിലാണെങ്കിൽ ഇപ്പോഴും സെൻസിറ്റീവായിട്ടുള്ള ടി ബി തന്നെയാണ് വരുന്നത്. അങ്ങനെ ഒരു ഡ്രഗ് റെസിസ്റ്റൻസ് ഒന്നും അധികമായിട്ട് കാണിച്ചിട്ടില്ല. വേരിയേഷൻ രൂപാന്തരം ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പഴയ പ്രസൻറ്റേഷനിൽ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ മരുന്ന് എടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം. ഇപ്പം പ്രത്യേകിച്ചും ഈ ക്ഷയരോഗത്തിനൊക്കെയുള്ള മരുന്ന് എടുക്കുന്നതിലുള്ള വൈമുഖ്യം കാരണം ഇടയ്ക്ക് വെച്ച് മരുന്ന് നിർത്തിപ്പോവുകയും പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുന്ന കേസുകളിലൊക്കെയാണ് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായതായിട്ട് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഒരു വേരിയേഷൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ അഗസ്ത്യാർകൂടം ഭാഗത്തൊക്കെ ലീഷ്മാനിയ കേസസ് ഉണ്ടെന്നുള്ളത് ആണ് ഇപ്പോൾ നമുക്കൊരു റിപ്പോർട്ടുള്ളത്. അവിടെയൊക്കെയാണ് നിലമ്പൂർ ഭാഗത്ത്. അതൊക്കെ ക്യൂട്ടേനിയസ് ലീഷ്മാനിയസ് കേസസ് ആണ്. കൂടുതൽ കാണുന്നത് ക്യൂട്ടേനിയസ് ആണെന്നാണ് പറയുന്നത്. വയനാട് ജില്ലയിൽ എന്തായാലും അങ്ങനെയില്ല. രൂപാന്തരം ബാധിച്ചവയും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ക്ഷയവും ലെപ്രസിയും ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. റെസിസ്റ്റൻസ് ഒന്നും അധികം വന്നിട്ടില്ല. പ്രസൻറ്റേഷനിലും വേരിയേഷൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നവ്യയുടെ അഭിപ്രായം എന്താ ഈ ക്ഷയരോഗത്തിനെ പറ്റിയിട്ടും കുഷ്ഠരോഗത്തിനെ പറ്റിയിട്ടും? ഇത് രണ്ടിനും ഒരു സാമൂഹിക ഘടകം എന്ന് പറയുന്നത് ഒന്ന് വളരെ അടുത്തുള്ള കോളനികളിൽ ഒരുമിച്ച് ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പം ഇത് രണ്ടും വരാൻ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ കുറേ കാലം കണ്ടുപിടിക്കാനുള്ള. മറ്റൊന്ന് ക്ഷയരോഗമാണെങ്കിലും കുറച്ച് വൈകിയാണ് നമ്മൾ ഗോത്രവിഭാഗത്തിലെ ആളുകൾ കണ്ടുപിടിക്കുന്നത്. അതാണ് വലിയൊരു ചലഞ്ച്. അതായത് നേരത്തെ കാണുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും അവഗണിച്ച് വളരെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ, അതായത് ന്യൂമോണിയ പോലെ അല്ലെങ്കിൽ പൾമറി ട്യൂബർക്ലോസ്, വളരെ ലങ്സിനെ ബാധിക്കുന്ന ട്യൂബർക്ലോസ് കുറച്ച് അഡ്വാൻസ് ആകുന്ന സമയത്ത് ശ്വാസമുട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും കണ്ടുപിടിക്കുന്നത്. വളരെ നേരത്തെയുള്ള ലക്ഷണങ്ങളിൽ ഒരു പരിശോധന ചെയ്യാൻ മുഖ്യധാരയിലെ ആളുകൾ ചെയ്യുന്നതിനത്രയും ഒരു സന്നദ്ധത ഗോത്രവിഭാഗത്തിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യങ്ങായിട്ടുള്ള മരണങ്ങളും പക്ഷെ നമ്മൾ പലപ്പോഴും ക്ഷയരോഗത്തിൽ കാണാം. കണ്ടെത്തിയാലും നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ചികിത്സ എടുക്കാൻ നമുക്കറിയാം, കൃത്യമായി 6 മാസം തുടർച്ചയായ ചികിത്സ എടുക്കേണ്ടതാണ്. അതിലൊരു മടി, മരുന്ന് അത്രയും കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇടയിൽ വെച്ച് നിർത്തി പോകുന്ന ഡിഫോൾട്ടുകൾ വളരെ കൂടുതലാണ്. കുറേ കാലത്തിന് ശേഷം അവരെ ഇത് കഴിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ധാരാളം ആശാപ്രവർത്തകരാണെങ്കിൽ അവർ കൂടെയുള്ളവരൊക്കെ എത്ര ശ്രമിച്ചാൽ പോലും അത് പൂർണ്ണമായി 6 മാസം കൃത്യമായി മരുന്ന് കഴിച്ച ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളെ ചികിത്സ ചെയ്ത് ഭേദമാക്കുക എന്നുള്ളത് കുറച്ചൊരു ചലഞ്ച് തന്നെയാണ്. അതാണ് അവിടെ പ്രധാനപ്പെട്ടുള്ള ചലഞ്ച് എന്ന് തോന്നുന്നു. എന്തെങ്കിലും നമ്മളെ പ്രോഗ്രാം, ടി ബി കൺട്രോൾ പ്രോഗ്രാം, അതുപോലെ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം എന്തെങ്കിലും ഇവരുടെ ഇടയിൽ വളരെ നല്ല രീതിയിൽ ഇവർ നടന്നു? തീർച്ചയായിട്ടും ഉണ്ട്. വയനാട് ജില്ല ബേസ് ചെയ്താണെങ്കിൽ ഗോത്രവിഭാഗത്തിൻ്റെ ഇടയിൽ ആക്റ്റീവായി അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്നുകൊണ്ട് ടി ബി സ്ക്രീനിങ് ക്യാമ്പുകൾ, എക്സ്റേ, പോർട്ടബിൾ എക്സ്റേ ഉപയോഗിച്ച് ഗോത്രവിഭാഗത്തിൻ്റെ, കാരണം അവർ ആശുപത്രിയിൽ വരാൻ പൊതുവേ കുറച്ചൊരു വൈമുഖ്യമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ പോയി എക്സ്റേ എടുത്ത് വരെ ടി ബി ഡിറ്റക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ടി ബി എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് കേസുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതുപോലെ ലെപ്രസി ആണെങ്കിലും കുഷ്ഠരോഗത്തിലാണെങ്കിലും നമുക്ക് അശ്വമേധം പദ്ധതി, അശ്വമേധം പ്രോഗ്രാം സംസ്ഥാനം മുഴുവൻ നടക്കുന്നതാണ്. അത് പ്രത്യേകമായി ട്രൈബൽ മേഖലയിൽ അവരുടെ വീടുകളിൽ പോയി, അവരുടെ സെറ്റിൽമെൻറ്റുകളിൽ പോയി, ഊരുകളിൽ പോയി ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കുന്ന പ്രോഗ്രാമുണ്ട്. ഇതിലാണ് പരമാവധികൾ കേസുകൾ കണ്ടെത്തുന്നത്. ഒരു രോഗലക്ഷണത്തോടു കൂടി നമ്മുടെ ഹെൽത്ത് സീക്കിംഗ് ആയി ആശുപത്രിയിൽ എത്തി രോഗങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ഇടയിൽ ഇറങ്ങി ചെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ള ഈ കേസുകളൊക്കെ തന്നെ. ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, ഇന്ത്യ ഈ ലോകത്ത് 5 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ഇന്ത്യയിലാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ ഇന്ത്യയാണ് ഒരു ടോപ്പ്. അതുപോലെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്ലോസിസ് ഏറ്റവും അത് ട്രൈബൽ മേഖലയിൽ കൂടുതൽ കാണപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായി കൂടുന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ അതിന് സാധ്യതയുള്ളത് ഈ മരുന്നുകളിടയിൽ നിർത്തി ഇൻ്റർമീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ആകുമ്പം റെസിസ്റ്റൻസ് വരാൻ സാധ്യത. പക്ഷെ നിലവിൽ അങ്ങനെ നമുക്ക് ആ തോത് ഗോത്രമേഖലയിൽ മറ്റ് മേഖലയേക്കാൾ അധികമുള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്റ്റഡീസ് ശരിക്കും ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള ഹെൽത്ത് സ്റ്റഡീസ് വളരെ 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 കുറവാണ്. അതെ. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് അതിൻ്റെ തോത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
ലാസ്റ്റായിട്ട് ഒരു ചോദ്യം, നമ്മൾക്ക് ഈ നമ്മളുടെ ഹെൽത്ത് പോളിസീസും ഇതൊക്കെ നിർണ്ണയിക്കുമ്പോൾ, അപ്പോൾ നാഷണൽ ഹെൽത്ത് പോളിസി, നമ്മൾ ഇൻ്റർനാഷണൽ ഹെൽത്ത് പോളിസീസൊക്കെ നിർണ്ണയിക്കുമ്പോൾ അത് നമ്മളുടെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുള്ള അവരുടെ ശബ്ദം, അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വളരെ കുറവാണ്. എന്നാൽ ഒരു ഹെൽത്ത് പോളിസി നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഈ നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഹെൽത്ത് പോളിസിയിൽ ഗോത്രവർഗ്ഗക്കാരുടെ വോയിസ്, അവരുടെ ശബ്ദം അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കുക? പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും പദ്ധതികളിൽ ആവിഷ്കരിക്കുമ്പോഴൊക്കെ തന്നെ അവരുടെ ഭാഗം കേൾക്കുക അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആരോഗ്യ മേഖലയിലാണെങ്കിലും അത് പ്രധാനമാണ്. നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലെ പോളിസികൾ എടുക്കുമ്പോൾ ചില പ്രാദേശികമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ അതിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് വരും. വയനാട്ടിലെ ഗോത്രവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കണം എന്നില്ല മഹാരാഷ്ട്രയിലെ, മധ്യപ്രദേശിലെ അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ഇൻഡെക്സുകൾ, സാമൂഹിക ഘടകങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു പ്രാദേശികമായിട്ട് അവരുടെ പല കാര്യങ്ങളും, സാമൂഹികമായ ഘടകങ്ങളും ആചാരങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൽ കണക്കിലെടുത്തുകൊണ്ടുള്ള പോളിസി മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ ആശുപത്രികളിലേക്ക് വരാൻ വളരെ മടിയുള്ളവരാണ്. എന്നാൽ വർഷങ്ങളായി അവർ കാണുന്നൊരു, ചിലപ്പം അത് NGOസിൻ്റെ ആയിരിക്കാം, ഒരു ആരോഗ്യ ക്ലിനിക്ക്, ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ടെങ്കിൽ അവരവിടെ പോകാൻ താല്പര്യപ്പെടുന്നു. കാരണം എപ്പോഴും ട്രാൻസ്ഫറുകൾ വരുന്ന ഒരു സ്ഥലത്ത് ആളുകൾ മാറുമ്പോൾ അവർക്കൊരു വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പോളിസി മേക്കിങ്ങിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ആ വിഭാഗം, ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ക്യാൻവാസിൽ നമുക്ക് ഗോത്രവിഭാഗത്തെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞ കുറിച്ചരാണെങ്കിലും കുറുമരാണെങ്കിലും അല്ലെങ്കിൽ ഇടുക്കിയിലും മലയരാണെങ്കിലും അവർ കുറച്ചുകൂടെ വിദ്യാസമ്പന്നരാണ്, കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. എന്നാൽ പണി വിഭാഗം, മടി വിഭാഗം അല്ലെങ്കിൽ ചൊല്ലനായ്ക്കൻ, കാട്ടുനായ്ക്കൻ എന്നുള്ള കുറച്ചുകൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് എത്താത്തവരാണ്. ഇവരെ എല്ലാം ഒരേ രീതിയിൽ കണ്ടുകൊണ്ടുള്ള പോളിസി മേക്കിംഗ് തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിൽ വരില്ല. അവർക്ക് അനുയോജ്യമായിട്ടുള്ള, അവർ ഏത് സ്ഥിതിയിലാണോ ഇപ്പോഴുള്ളത്, അവരുടെ സാമൂഹിക ഘടകങ്ങൾ എന്താണ് അവരെ ബാധിക്കുന്നത്, അതിനനുസൃതമായിട്ടുള്ള പോളിസികൾ പ്രാദേശികമായിട്ടുള്ള സജഷൻസോടുകൂടി അവരുടെ പ്രാതിനിധ്യത്തോടു കൂടി തന്നെ വന്നാൽ മാത്രമേ നമുക്കൊരു കാര്യമായ വ്യത്യാസം അതിൽ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഡോക്ടർ നവ്യ. ഡോക്ടർ ആതിര, ഇതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇതിന് തൊട്ട് മുൻപേ ഉള്ള സെഷനിൽ ഭാഷയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഗോത്രവിഭാഗക്കാരുടെ ഭാഷ, ആ ഒരു ഭാഷയിലല്ലാത്തത് പലപ്പോഴും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പോയിൻ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. കാരണം നമ്മളൊരു പോളിസി മേക്കിംഗ് ഉദ്ദേശിക്കുമ്പോൾ കുറച്ചുകൂടെ സമഗ്രമായിട്ടുള്ള ഒരു ആശയമായിരിക്കണം അതിൽ കൊണ്ടുവരേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ആ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ നേരിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നേരിട്ട് നമ്മൾ എടുക്കേണ്ട അഭിപ്രായങ്ങളുണ്ട്. അത് അവരുടെ ഭാഷയിൽ തന്നെ അവരോട് നേരിട്ട് എന്ന് സംസാരിക്കാൻ ഒരു അഭിപ്രായ സർവേകൾ പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി, അത് പ്രത്യേകിച്ചും ഈ ഭാഷയിൽ ഊന്നിയിട്ടുള്ള കുറച്ചൊരു സ്റ്റഡി ഈ പറഞ്ഞ മേഖലകളിൽ വന്നതിന് ശേഷം അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന സംഗതികൾ, ആശയങ്ങളിലുള്ള കൂട്ടിച്ചേർക്കലുകൾ തീർച്ചയായിട്ടും അനിവാര്യമാണ്. അവരുടെ ഇടയിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ പറഞ്ഞ പോളിസി മേക്കിംഗ് കമ്മിറ്റികളിലെല്ലാം ഉണ്ടാവേണ്ടതാണ്. ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ, എടുത്ത അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് അവരുടെ സംസ്കാരത്തെയും ചുറ്റുപാടുകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. താങ്ക് യു. അതിൽ അവസാനത്തെ ഒരു ചോദ്യം രണ്ടാളോടും. ഇതിൽ നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, പക്ഷേ ഹെൽത്ത് ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ കർത്തവ്യം കൂടെയാണ്. അപ്പം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പം നിങ്ങളുടെ സമ്മതമില്ലാതെ ഒരു പോളിസിയും നമ്മൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഒരു വാക്സിനേഷൻ ആയാലും ഒരു എന്തായാലും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഇപ്പോൾ പകർച്ചവ്യാധികളായാലും വാക്സിനേഷനായാലും എങ്ങനെയാണ് ഈ ഒരു ജനതയുടെ, ഒരു ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് അവരുടെ സമ്മതപത്രം, അവരുടെ സമ്മതം എങ്ങനെയാണ് നേടിയെടുക്കുക? എങ്ങനെയാണ് അതൊരു പ്രോബ്ലം അല്ലേ? തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇപ്പം ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം ഞാൻ നേരത്തെ പരാമർശിച്ച കോളറ ഔട്ട്ബ്രേക്കിൻ്റെ കഥ, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ ഊരിലെ ഒരു ലേഡിക്കാണ് ഈ പറഞ്ഞ
പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം മുഴുവൻ വയറിളകി, അവർ പക്ഷെ അത് പുറമേ പറയാൻ തയ്യാറായില്ല. പലരും വന്ന് ചോദിക്കുന്നു മരുന്ന് മേടിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഈ സ്ത്രീ അത് പുറത്തേക്ക് പറയാനോ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് റിവീൽ ചെയ്യാനോ സമ്മതിച്ചില്ല. ലാസ്റ്റ് അത്രയും ലേറ്റായൊരു സമയത്താണ്, ബോധം പോകുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ലോകം ഇങ്ങനൊരു സംഭവം അറിയുന്നത്. അപ്പോൾ പിന്നീട് അത് കൊണ്ടുവരുമ്പോൾ ആളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത കുറച്ച് പേർക്ക്, ഒരാൾക്കാണ് പ്രധാനമായിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത്. പക്ഷെ അത് ടൈംലി ഇൻ്റർവെൻഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് ആളെ രക്ഷപ്പെടുത്തിയെടുക്കാനും ആ ഔട്ട് ബ്രേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാൻ പുൽപ്പള്ളി വർക്ക് ചെയ്യുമ്പം അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാലഗണനയൊക്കെ വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഹീമോഗ്ലോബിൻ ലെവൽ 5 ആയിരുന്നു ആ പെൺകുട്ടിക്ക്, ഗർഭിണിയായ പെൺകുട്ടിക്ക്. അനീമിയ വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഫോമിലായിരുന്നു. അപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ളൊരു സമയം എത്തിയപ്പോൾ പോലും അവർ ആ വീട് വിട്ട് വരാനോ ട്രാൻസ്ഫ്യൂഷന് അതിനുള്ള തയ്യാറായില്ല. ഒരുപാട് പ്രാവശ്യം ഇവർ ചെല്ലുന്നു, വണ്ടിയുമായിട്ട് ചെല്ലുന്നു, പെൺകുട്ടിയെ അവർ വീട്ടിൽ നിന്ന് വരുന്നില്ല. ആ പെൺകുട്ടി അവിടെ നിന്ന് മരിച്ചു പോവാണ് ഉണ്ടായത്. അത്രയും സിവിയർ കേസായിരുന്നു. അപ്പം ആളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇൻഡിവിജ്വൽ തീരുമാനം എന്ന് പറയുന്ന ഒരു ലെവൽ വരെ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇതിന് എന്താ പറയുക, നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അവെയർനെസ് കൊടുത്ത് ഇത്തരം നിർബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കടുംപിടുത്തങ്ങളിൽ നിന്ന് ആൾക്കാരെ മോചിപ്പിക്കാനുള്ള ഒരു അവെയർനെസ് നമ്മൾ കൊടുക്കണം. അല്ലാതെ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. പക്ഷേ അവെയർനെസ്സിലൂടെ നമുക്ക് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ, അപ്പോൾ അവർ കുടുങ്ങിയിരിക്കുന്ന ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ജീവനെ ബാധിക്കുന്നതാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ഊരിൻ്റെ എല്ലാവരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. എൻ്റെ ഹെൽത്തിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ബോധമുണ്ടാവണം. ഞാനത് എൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യവും കൂടിയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ബോധം ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇവർക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അല്ലാതെ നമുക്ക് സാർ പറഞ്ഞ പോലെ ഒരു പരിമിതിയുണ്ട്. നമുക്കിപ്പോൾ വാക്സിനേഷൻ എടുക്കുന്നതിനോ മരുന്നെടുക്കുന്നതിനോ ചികിത്സ തേടുന്നതിനോ നിർബന്ധിക്കാവുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ നിർബന്ധിക്കേണ്ട സാഹചര്യങ്ങളിൽ അതിനുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് നിർബന്ധിക്കേണ്ടത് ഒരു ഹെൽത്ത് വർക്കറുടെ ചുമതലയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു ഡോക്ടർ ആതിര. നവ്യക്ക് ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ഒന്ന്, അവരുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ അവരെ ഇതിലേക്ക്, അവരുടെ സമ്മതം ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത്. ഇപ്പോൾ പൊതുജനാരോഗ്യ നിയമങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഒന്ന് അവരുടെ, ഇപ്പോൾ നമുക്ക് കോവിഡ് സമയത്താണെങ്കിൽ ഒരു പോസിറ്റീവ് കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ ക്വാറൻറ്റൈനിൽ ഇരിക്കണം അല്ലെങ്കിൽ ഐസൊലേഷനിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ വളരെ അടുത്തിടപഴകുന്ന രീതിയിലുള്ളതാണ് അവരുടെ ജീവിതം. അപ്പോൾ അവരെ നമ്മൾ കൊണ്ടുവന്ന് ക്വാറൻറ്റൈൻ സെൻറ്ററിൽ, ഐസൊലേഷൻ സെൻറ്ററിലേക്ക് മാറ്റും. അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവർ കേസുകൾ ചിലപ്പം ഉണ്ടെങ്കിൽ, ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാതെ ഇരിക്കാം. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഇതിലൊരു കോൺഫ്ലിക്റ്റ് വരും. കാരണം അവരുടെ ആചാരങ്ങളോ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു കുറച്ച് വിഭിന്നമായിട്ടുള്ള എന്ത് നിയമങ്ങൾ, അത് പൊതുജനാരോഗ്യമായിക്കോട്ടെ അല്ലാതെ നിയമങ്ങളായിക്കോട്ടെ വരുമ്പോൾ അവർ വേണമെന്ന് വെച്ചല്ല, പക്ഷേ അതിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പുതിയ തലമുറയിൽ ഒരല്പം വ്യത്യാസം തീർച്ചയായിട്ടും കാണാനുണ്ട്. അവരെ വിദ്യാഭ്യാസം നേടി വരുന്നതിനും കുറച്ചുകൂടെ മുഖ്യധാരയുമായി വളരെയധികം അസോസിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുപോലെ അവർക്ക് ആശുപത്രിയിൽ വരാൻ മടിയാണ്. നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും പോകാൻ, അവർക്ക് ആ പരിചിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതെല്ലാം അവരുടെ ചികിത്സയും അവർക്ക് നമ്മൾ എന്താണോ നല്ലതെന്ന് വിചാരിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം, അവരുടെ സമ്മതത്തോടെ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ഒന്ന് ഭാഷ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാരിയറാണ്. ഇപ്പോൾ പണിയ ഭാഷയൊക്കെ മറ്റുള്ളവർക്ക് നമുക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അവരുടെ വിശ്വാസം എടുത്തുകൊണ്ട് അവരിൽ ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി, നമ്മൾ കോവിഡ് വാക്സിനിൽ ചെയ്തതുപോലെ അവർ പൂർണ്ണമായി മനസ്സിലായിട്ടല്ലെങ്കിൽ കൂടി അവർ സഹകരിക്കാൻ തയ്യാറാണ്. പൊതുവേ റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നൊരു മനസ്ഥിതി ഇല്ലാത്തൊരു വിഭാഗമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ നമ്മുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതെല്ലാം നമുക്ക് അവരുടെ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആരോഗ്യപരമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. സമയക്രമത്തിൽ നമ്മൾ അതിന് എഫേർട്ട് ഇട്ടാൽ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു ഡോക്ടർ നവ്യ. അപ്പോൾ ഇതിൽ ആകത്തുക പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ബോധവൽക്കരണം ചെയ്യുകയും അവരെ വേണ്ട സഹായങ്ങൾ അവരെ ഊരിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും അത് സാമൂഹികമായ സോഷ്യൽ എക്കണോമിക്
മറ്റ് ഘടകങ്ങളും ഇത് വലിയൊരു പങ്ക് വഹിക്കുന്ന കാരണം സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളും അതും പിന്നെ സാങ്കേതികമായിട്ട് തന്നെ വെള്ളത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും കാര്യത്തിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പൊതുസമൂഹം അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ അത് ചെയ്യേണ്ടതാണ്. എന്നാലേ നമ്മൾക്ക് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളോ മുഖ്യധാര ഉള്ള അസുഖങ്ങളോ ഇപ്പോൾ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ട്രൈബൽ മേഖലയിൽ കൂടി വരുന്നതായി പഠനങ്ങളുണ്ട്. കൂടുതൽ പഠനങ്ങൾ ട്രൈബൽ മേഖലയിൽ ആവശ്യമുണ്ട്. ഈ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളെ പറ്റിയിട്ടുള്ള അത് കേരളത്തിൽ വളരെ ഇല്ല തന്നെ പറയാം. അപ്പോൾ അത് എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും മെഡിക്കൽ കോളേജസും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതിലൂടെ മാത്രമേ നമ്മൾക്ക് ഒരു ഉന്നതി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഒരു ഉന്നതി നേടാൻ പറ്റുകയുള്ളൂ. അവരെ ഹെൽത്ത് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. താങ്ക് യു വെരി മച്ച്.